Hey guys, welcome back to a new video on my channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് 3 biggest mistakes and ഈ 3 മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ ബിൽഡിംഗ് സ്റ്റോപ്പ് ആകും അല്ലെങ്കിൽ മുന്നോട്ട് പോകത്തില്ല. അത് എനിക്കും സംഭവിക്കണമെന്ന് ആഗ്രഹമില്ല, നിങ്ങൾക്കും സംഭവിക്കണം ആഗ്രഹമില്ലെന്ന് എനിക്കറിയാം. സോ വാച്ച് ടിൽ ദി എൻഡ് ആൻഡ് ഈ 3 മിസ്റ്റേക്സിൽ ഒന്നും തന്നെ നിങ്ങൾ വരുത്തുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. സോ ഡോണ്ട് മിസ് ഇറ്റ്. സോ വെച്ച് നീട്ടുന്നത് ഐ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ്. ഫസ്റ്റ് വൺ ഈസ് സ്വിച്ചിങ് അപ്പ് ദ വർക്കൗട്ട് എവറി സിംഗിൾ വീക്ക്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർ ഈ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പം പല അഡ്വൈസും കാണും, പല വർക്കൗട്ട്സും കാണും. ഇതെല്ലാം കേട്ടിട്ട് നമ്മൾ അതിന് പുറകെ പോകും, തിങ്കിങ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് അസ് സം ന്യൂ റിസൾട്ട്സ്. പക്ഷേ സത്യം പറഞ്ഞാൽ ബേസിക്സ് ഇസ് വാട്ട്സ് ഗോയിങ് ടു ഗിവ് യു ദ റിസൾട്ട്സ്. ബേസിക്സിനെ തോൽപ്പിക്കാൻ ഒരു പുതിയ വർക്കൗട്ടും ഒരു വേരിയേഷൻസിനും പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ ഇഷ്ടംപോലെ മോഡേൺ സയൻസ് ബേസ്ഡ് ലിഫ്റ്റിങ്സ് അല്ലെങ്കിൽ പുതിയ വർക്കൗട്ട്സും അത് കിടന്ന് ചെയ്യുന്നതും കറങ്ങി ചെയ്യുന്നതും ഇങ്ങനെ പുള്ളി വന്നാൽ ഇങ്ങനെ ഈ ആംഗിളിൽ പുള്ളി വന്നെങ്കിൽ ലാറ്റ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടും. അതുപോലെ തന്നെ ഇപ്പോൾ ചെസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹ്യൂമറസ് ഇങ്ങനെ അപ്ഡക്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വരും. ലെഗ് പ്രസ് ആണെങ്കിൽ കാൽ തിരിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഔട്ടർ കോഡ്സ് വരും. അങ്ങനെ പല അഡ്വൈസും കേൾക്കും. ഇത് കേട്ടിട്ട് നിങ്ങൾ ഓരോ ആഴ്ചയും നിങ്ങളുടെ വർക്കൗട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ മാറ്റം വരാൻ പോകുന്നത് നിങ്ങളുടെ വർക്കൗട്ട്സ് മാത്രമായിരിക്കും, അല്ലാതെ മസിൽസ് ഒരു ചേഞ്ചും വരാൻ പോകുന്നില്ല. ഇൻസ്റ്റെഡ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോ അതിന് ആൻസർ പറയുകയാണെങ്കിൽ ഈ മസിൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞ സംഭവം നടക്കണമെങ്കിൽ വി നീഡ് ടു മേക്ക് അവർ മസിൽ ഗോ ത്രൂ എ പ്രോസസ് കോൾഡ് പ്രോഗ്രസീവ് ഓവർലോഡ്. ഇതിൽ കൂടെ പോയാൽ മാത്രമേ നമ്മുടെ മസിൽ ബിൽഡാകത്തുള്ളൂ. ഈ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നും അതിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് പ്രോഗ്രസീവ് ഓവർലോഡ്, അതുപോലെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഗൈഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അതിനോട് തന്നെ ഒരു ഫ്രീ ഇ ബുക്കും തരുന്നുണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വിത്ത് എക്സാമ്പിൾസ്. സോ ഇതെല്ലാം കിട്ടണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ആൻഡ് ഗെറ്റ് ഇറ്റ്. ഇനി ബേസിക്കായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് എന്താണെന്ന് ചോദിച്ചാൽ വി ആർ ജസ്റ്റ് ചലഞ്ചിങ് അവർ മസിൽസ് ഓവർ ടൈം വിത്ത് റെസിസ്റ്റൻസ് ട്രെയിനിങ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് നമ്മൾ ചലഞ്ച് ചെയ്യുവാണ് ഓവർ ടൈം. നിങ്ങൾ ഓരോ ആഴ്ചയിലും വർക്കൗട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യാൻ പറ്റുമോ? ദ ആൻസർ ഈസ് ഒബ്വിയസ്ലി നോ. പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു വീക്കിൽ നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്തു, അടുത്ത വീക്കിൽ നിങ്ങൾ നേരെ പോയി പുഷപ്സ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ബെഞ്ച് പ്രസ് ചെയ്ത് എന്താണോ അത് അടുത്ത വീക്ക് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ അവിടെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. കാരണം കംപ്ലീറ്റ് ഡിഫറെൻറ്റ് മൂവ്മെൻ്റ് ആണ് ചെയ്യുന്നത്. മൂവ്മെൻറ്റ് പാറ്റേൺ ഒന്നെങ്കിലും ദ ലോഡ് വേരീസ്. സോ സെയിം ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് രണ്ടും ചെയ്യാൻ പറ്റണമെന്നില്ല, ബിക്കോസ് വി കാൺ മെഷർ ഇറ്റ് ആക്യുറേറ്റ്ലി. സോ അതുകൊണ്ട് വെൻ യു പ്രോഗ്രാമിങ് യുവർ വർക്കൗട്ട് ഒരു 5 to 8 വീക്സ് നമ്മുടെ വർക്കൗട്ട്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ വർക്കൗട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ നമ്മുടെ ആക്സസറി ലിഫ്റ്റ്സ് അത് വേണമെങ്കിൽ നമുക്ക് വേരി ചെയ്യാം അക്കോർഡിംഗ് ടു അവർ മൂഡ് ഇഫ് നീഡഡ്. പക്ഷേ നമ്മുടെ മേജർ കോമ്പൗണ്ട് മൂവ്മെൻറ്റ്സ് ഹാസ് ടു ബി ദ സെയിം. എന്നാൽ മാത്രമേ നമുക്ക് ലോഡ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലെറ്റ്സ് സേ മുമ്പ് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാം. ബെഞ്ച് പ്രസ് നിങ്ങൾ വീക്ക് 1 ചെയ്യുന്നുണ്ട് ആൻഡ് 3 sets ആണ് ചെയ്യുന്നത് വിത്ത് ലോഡ് 100 kg. ഫസ്റ്റ് സെറ്റിൽ 12 reps, സെക്കൻഡ് സെറ്റിൽ 11 ആൻഡ് തേർഡ് സെറ്റിൽ 10 എന്ന് കൂട്ടിക്കോ. അടുത്ത ആഴ്ച വീക്ക് 2 എത്തിയപ്പം നിങ്ങൾ നേരെ പോയി പുഷപ്സ് ആണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങൾക്ക് ആ ബെഞ്ച് പ്രസ് ചെയ്ത സെയിം സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ആ സെയിം ഇൻറ്റൻസിറ്റി പുഷപ്പ് ചെയ്യാൻ പറ്റും എന്ന് എന്താണ് ഉറപ്പ്? അവിടെ കഴിഞ്ഞ ആഴ്ചത്തെ ബെഞ്ച് പ്രസിന് അത്രയും തന്നെ ഇൻറ്റൻസിറ്റി അല്ല, അതിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മൂവ്മെൻ്റ് ആണ്, ലോഡിങ് ഡിഫറെൻ്റ് ആണ്, അങ്ങനെ പല ഫാക്ടേഴ്സ് മാറുന്നുണ്ട്. സോ പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇൻസ്റ്റെഡ് നിങ്ങൾ വീക്ക് 1 ബെഞ്ച് പ്രസ് ചെയ്തു, വീക്ക് 2 നിങ്ങൾ ബെഞ്ച് പ്രസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി 100 kg ലോഡ് നിങ്ങൾ ഇത്ര റെപ്സ് എടുത്തതെന്ന് അറിയാം വീക്ക് 1. അവിടെ നിന്ന് ഇനി വീക്ക് 2 അത് പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ ആ സെയിം ലോഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെപ്സ് കൂട്ടാം, അല്ലെങ്കിൽ സെയിം റെപ്സ് തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഡ് കൂട്ടാം. സോ യു നോ യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. സോ അതുകൊണ്ട് വർക്കൗട്ട്സ് ഹാസ് ടു ബി കോൺസ്റ്റൻ്റ്, അല്ലാതെ ആഴ്ച മാറ്റിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു പിടിയും എടുത്താൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്. സോ അത് ആദ്യം തന്നെ ഉറപ്പിക്കുക. നൗ ദ ക്വസ്റ്റ്യൻ ടു യു ഈസ് ഓൺസൈഡ് പറയണം, നിങ്ങൾ എത്ര പേര് പ്രോപ്പറായിട്ട് ഇത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ലോങ്ങസ്റ്റ് ടൈം നിങ്ങൾ ഒരു വർക്കൗട്ട് പ്രോഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളത് എത്ര ആഴ്ചയാണ്? കമൻറ്റ് ഡൗൺ. നോ ദ സെക്കൻഡ് മിസ്റ്റേക്ക് പറയുന്നതിന് മുന്നേ എനിക്ക് ചെറിയ ഗ്യാപ്പ് വേണം. കാരണം ഇവിടെ ഒരാൾ എന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ് വിശന്നിട്ട്. ഇനിയും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുമെന്നെങ്കിൽ എന്നെ കടിച്ചു തിന്നും. സോ അതുകൊണ്ട് ആ വിശപ്പ് മാറ്റാൻ വേണ്ടി
ഞാൻ ഇവിടെ ഒരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി മസാല എല്ലാം കളഞ്ഞിട്ട് ഹാവ് ടു ഗിവ് ഹെർ, അല്ലെങ്കിൽ എന്നെ കൊന്നു തിന്നും. എന്തായാലും സെക്കൻഡ് മിസ്റ്റേക്കും ഈ പറഞ്ഞ പോലെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, വിച്ച് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ എ സെക്കൻഡ്. ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. സോ അൽഫാം എല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് ചോറും വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരു കംപ്ലീറ്റ് ബോഡി ബിൽഡർ മീലായിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട് ഷീ ഈസ് ഗോയിങ് ടു ഈറ്റ്. വിശക്കുന്നുണ്ടല്ലോ, എന്നെ കൊല്ലല് എടുത്ത് തിന്നെ. ഇതാണ് പുള്ളിക്കാരുടെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് കഴിക്കുന്ന ഫുഡ്. ചിക്കൻ അല്ലെങ്കിൽ ബീഫും കുറച്ച് ചോറും. അല്ല, ഡോഗ് ഫുഡ് കഴിക്കുന്നില്ല, താല്പര്യമില്ല. സ്പോയിൽഡ് ബ്രാറ്റ്. എനിവേ, സെക്കൻഡ് പോയിൻ്റ് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് മിസ്റ്റേക്ക്, ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് ഇനഫ് ഫ്യൂവൽ. നിങ്ങളിപ്പോൾ എന്ത് വലിയ വർക്കൗട്ട് ചെയ്ത്, ഇപ്പം മിസ്റ്റർ ഒളിമ്പിയുടെ വർക്കൗട്ട് ചെയ്താലും ശരി, ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദ റൈറ്റ് ഫ്യൂവൽ, ഒന്നും വരാൻ പോകുന്നില്ല, ഒരു മസിലും വരത്തില്ല. റൈറ്റ് ഫ്യൂവൽ ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് റൈറ്റ് മാക്രോസ് ആൻഡ് റൈറ്റ് എമൗണ്ട് ഓഫ് കാലറി. ഇതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമ്മുടെ ബോഡിയിലോട്ട് എന്തെങ്കിലും പ്രോപ്പറായിട്ട് പോയാൽ മാത്രമേ അത് വെച്ച് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ അവർ ബോഡി അല്ലെങ്കിൽ വി നീഡ് ടു ബിൻ എ കാലറി സർപ്ലസ്. കാലറി സർപ്ലസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാലറി ഉണ്ടല്ലോ, വിച്ച് ഇസ് അവർ മെയിൻ്റനൻസ് കാലറി, അതിന് മേളിൽ കഴിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് വി ടേം ആസ് കാലറി സർപ്ലസ്. അങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എക്സ്ട്രാ കാലറി വരും, അതിനെ എനർജി ആയിട്ട് എടുത്തിട്ട് നമുക്ക് മസിൽ ബിൽഡ് ചെയ്യും. ഇനിയും ഈ എക്സ്ട്രാ കാലറി കഴിക്കുമ്പം ദ റേഷ്യോ ഓഫ് മാക്രോന്യൂട്രിയൻസ് ഷുഡ് ബി ഇൻ ദ കറക്റ്റ് പ്രൊപ്പോർഷൻ. മാക്രോന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ, ഫാറ്റ്സ് ആൻഡ് കാർബ്സ്, ഇതിന് റേഷ്യോ കറക്റ്റായിരിക്കണം. അനാവശ്യമായിട്ട് കാലറി കൂടി കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്തുള്ള മാക്രോസും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാക്രോന്യൂട്രിയൻ്റ് ഈസ് പ്രോട്ടീൻ. കാരണം നമ്മുടെ മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡ്സ് കൊണ്ടാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞ മാക്രോന്യൂട്രിയൻ്റ് വരുന്നത് അമിനോ ആസിഡ്സ് കൊണ്ട് തന്നെയാണ്. സോ ഇതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസിൽസ് റീബിൽഡ് ആവത്തുള്ളൂ. നോ മാറ്റർ എത്ര എമൗണ്ട് ഓഫ് കാർബ്സ് ആൻഡ് ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിലുണ്ടെന്ന് പറഞ്ഞാലും ശരി, പ്രോട്ടീൻ ഇല്ലെങ്കിൽ അവർ മസിൽസ് വോണ്ട് ഗ്രോ. സോ പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എത്ര എമൗണ്ട് ഓഫ് പ്രോട്ടീൻ കഴിക്കണമെന്ന് ചോദിച്ചാൽ വി നീഡ് ടു കൺസ്യൂം അറൗണ്ട് 2 to 2.2 per kg ഓഫ് എ ബോഡി വെയ്റ്റ്. ഇപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് ഒരു 90 കിലോ ആണെങ്കിൽ ഐ ഷുഡ് ബി ഈറ്റിംഗ് എബവ് 180 gram ഓഫ് പ്രോട്ടീൻ. അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഒപ്റ്റിമലി മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത്ര എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഫുഡിൽ നിന്ന് കൺസ്യൂം ചെയ്യാൻ പാടായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് വെർ സപ്ലിമെൻറ്റ്സ് കംസ് ഹാൻഡി. ഫുഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഗോ വിത്ത് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, ഒരു വേ പ്രോട്ടീൻ നോക്കുകയാണെങ്കിൽ ഗോ വിത്ത് മസിബിളൈസ് വേ പ്രോട്ടീൻ. ആൻഡ് അവിടുന്ന് മേടിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഒപ്പിത്തരാൻ പറ്റും ബൈ യൂസിങ് മൈ കൂപ്പൺ കോഡ് നിപ്പോണമ്പി. അത് മറക്കണ്ട. നൗ ദ നെക്സ്റ്റ് മാക്രോന്യൂട്രിയൻ്റ് ഈസ് കാർബ്സ്, കാർബോഹൈഡ്രേറ്റ്. ഇതാണ് നമ്മുടെ വർക്കൗട്ട്സ് ഒക്കെ ഫ്യൂൽ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എനർജി തരാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ ഇത് നമ്മുടെ ഡയറ്റിൽ കണ്ടിരിക്കണം, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് നൗ ദ നെക്സ്റ്റ് വൺ, ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് മാക്രോന്യൂട്രിയൻ എന്ന് പറഞ്ഞാൽ ഫാറ്റ്സ് ആണ്. ഫാറ്റ്സ് നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഫാറ്റ്സ് കഴിക്കുന്നത്. കാരണം നമ്മുടെ ഹോർമോൺസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഫാറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ പ്രോപ്പർ ആണെന്നുള്ളൂ. സോ ഈവൻ ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാറ്റ്സ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഫാറ്റ് ആകത്തില്ല, അത് മറക്കണ്ട. നമ്മുടെ യൂഷ്വൽ ഒരു മിസ്കൺസെപ്ഷനാണ് ഫാറ്റി ഫുഡ് കഴിച്ചാൽ ഉടനെ ഫാറ്റ് ആകുന്നു. നോ, വാട്ട് മാറ്റേഴ്സ് ഇസ് ടോട്ടൽ കാലറി ഇൻടേക്ക്. സോ അതുകൊണ്ട് ന്യൂട്രീഷൻ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മസിൽ ബിൽഡിംഗ്. അതില്ലെങ്കിൽ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങൾ എത്ര മുക്കി എന്ന് പറഞ്ഞാലും എത്ര വലിയ വർക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞാലും ന്യൂട്രീഷൻ ഇല്ലെങ്കിൽ അവിടെ മസിൽസിന് വേണ്ടി ഫ്യൂൽ കിട്ടത്തില്ല. ഫ്യൂൽ ഇല്ലെങ്കിൽ റിക്കവറി നടക്കത്തില്ല, ബിൽഡിങ് നടക്കത്തില്ല. അത് അതുപോലെ ഇരിക്കും, നമ്മൾ ശോഷിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. വർക്കൗട്ട് എത്ര വേണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും, ബട്ട് ദർ വോണ്ട് ബി എനി ചേഞ്ച്. ഇത് മനസ്സിൽ വെച്ചിരിക്കണം. ആൻഡ് ഐ എം ബാക്ക് വിത്ത് മൈ കോഫി. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 5:30 5:45 ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മൊത്തം ഇരുട്ടി. പിന്നെ ഇവിടെ കുറേ ലൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എന്നെ കാണുന്ന രീതിയിലാക്കി വയ്ക്കുന്നത്. എനിവേ, ഗെറ്റിംഗ് ബാക്ക് ടു ദ തേർഡ് മിസ്റ്റേക്ക്. തേർഡ് മിസ്റ്റേക്ക് ഈസ് യു ആർ നോട്ട് ഫെയിലിംഗ്. നിങ്ങൾ എവിടെയും പോയി തോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഹിയർ ഈസ് വെൻ യു ആർ ട്രെയിനിങ് യു ഹാവ് ടു ടേക്ക് യുവർ മസിൽസ് ക്ലോസ് ടു ഫെയിലിയർ, അല്ലെങ്കിൽ അറ്റ് ടൈംസ് ആബ്സലൂട്ട് ഫെയിലിയർ. എന്നാൽ മാത്രമേ മസിൽ ഗ്രോ ചെയ്യത്തുള്ളൂ. ഞാൻ മിക്കവാറും ജിമ്മിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്, ചില ആൾക്കാർ വർക്കൗട്ട് ചെയ്യുമ്പം അവരുടെ ഫസ്റ്റ് റെപ്പും ലാസ്റ്റ് റെപ്പും ഒരേപോലെ ഇരിക്കും. അവരൊന്നും എക്സേർട്ട് ചെയ്യുന്ന പോലും ഇല്ല, അവരൊരു എഫേർട്ടും എടുക്കുന്നില്ല. എന്തിനു വേണ്ടി ഇങ്ങനെ ചെയ്തു വെക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻറ്റൻസ് സെറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലാസ്റ്റ് റെപ്പാകുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്യും, ഓൾമോസ്റ്റ് സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ക്ലോസ് ഫീൽഡിലെത്തി, അവിടുന്ന് ഒന്നുകൂടെ ഒന്ന് മുക്കിയാൽ ചിലപ്പോൾ 1-2 റെപ്പോടെ കിട്ടും. ആ ലെവലോട്ട് പുഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ മസിൽസ് ഗ്രോ ആകത്തുള്ളൂ.
ഇങ്ങനെ വെറുതെ ഫസ്റ്റും ലാസ്റ്റും ഇപ്പോൾ ഒരേപോലെ ചെയ്യുന്ന ആൾക്കാരെ കാണുവാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, 100% പറയാൻ പറ്റുന്ന ഒരു കാര്യം, ദേ വോണ്ട് ബിൽഡ് മസിൽസ്. അവരുടെ ദേഹത്ത് മസിൽ ബിൽഡ് ചെയ്യേണ്ട ഒരു എൻവയൺമെൻറ്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ്, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ മസിൽസ് ടു ഈവൻ കം അപ്പ്? ഒരു റീസണും ഇല്ല. സോ അവർ മസിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മസിൽസിനെ ഗ്രോ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗിവ് ദം എ റീസൺ ടു ഗ്രോ. ആൻഡ് ആ റീസണാണ് ലോഡ് ആൻഡ് ദ റൈറ്റ് എഫേർട്ട്. അത് ആവശ്യത്തിനില്ലെങ്കിൽ അവിടെ റീസൺ വരുന്നില്ല, മസിൽസിനെ ഫോഴ്സ് ചെയ്യുന്നില്ല. സോ മസിൽസ് അതുപോലെ തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ വി നീഡ് മെക്കാനിക്കൽ ടെൻഷൻ. മെക്കാനിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത് ഈസ് ദ സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് അവർ മസിൽസ് എക്സ്പീരിയൻസ്. ഇത് പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി സിഗ്നൽ ചെയ്യും കുറച്ചുകൂടെ കൂടുതൽ സ്ട്രോങ് ആകാൻ വേണ്ടി. സോ മെക്കാനിക്കൽ ടെൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് മെയിൻ ഐറ്റം ഫോർ മസിൽ ഗ്രോത്ത്. മെക്കാനിക്കൽ ടെൻഷൻ ഹാപ്പൻ ചെയ്യുന്നത് നമ്മൾ ക്ലോസ് ടു ഫെയിലിയർ ട്രെയിൻ ചെയ്യുമ്പോഴാണ്. ക്ലോസ് ടു ഫെയിലിയർ മീൻസ് വി പുഷ് ടു ആൻ എക്സ്റ്റെൻറ്റ് വെയർ വി ക്യാൻ നോ ലോങ്ങർ ടേക്ക് വൺ മോർ റെപ്പ് വിത്ത് ഗുഡ് ഫോം. ഇതാണ് ആ മാജിക്കൽ ഏരിയ വെയർ മോസ്റ്റ് നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ് ആർ റിക്രൂട്ടഡ് ആൻഡ് ഗ്രോത്ത് ഇസ് ട്രിഗേർഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സെറ്റിലും ആബ്സല്യൂട്ട് ഫെയിലിയർ പോകണമെന്നല്ല. 1 to 2 റെപ്പ് ഷൈ ഓഫ് ഫെയിലിയർ നിർത്തിക്കോ ഇൻ മോസ്റ്റ് സെറ്റ്. ആൻഡ് വേണമെങ്കിൽ ലാസ്റ്റ് സെറ്റിൽ യു ക്യാൻ ഗോ ഓൾ ഔട്ട്, ആബ്സല്യൂട്ട് ഫെയിലിയർ പോകാൻ പറ്റും. സോ ട്രെയിനിങ് വിത്ത് ഇൻറ്റൻസിറ്റി റിയലി മാറ്റേഴ്സ്. ചുമ്മാ കുഞ്ഞു കളിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഗ്രോത്തും വരാൻ പോകുന്നില്ല. പ്രോപ്പറായിട്ട് ഇൻറ്റൻസായിട്ട് ട്രെയിൻ ചെയ്യാൻ പഠിക്കണം, ക്ലോസ് ഫെയിലിയർ പോകാൻ പഠിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മസിൽ ഗ്രോത്ത് ട്രിഗർ ആവുന്നത്. സോ അതും മറക്കല്ല. ഡോണ്ട് മേക്ക് ദിസ് മിസ്റ്റേക്ക്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ കോണ്ടൻറ്റ്. സോ ഈ പറഞ്ഞ 3 മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കുക. അതുപോലെ തന്നെ ഇനിയും വേറെ കുറച്ച് മിസ്റ്റേക്സ് വെച്ചൊരു സെക്കൻഡ് പാർട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഐ വിൽ ബി മേക്കിംഗ് ഇറ്റ് ഫോർ യു ഗൈസ്. അത് മറക്കണ്ട. പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു കാര്യം ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് ഫോളോ മീ. ഇവിടെ ഫോളോ അല്ല, ഇൻസ്റ്റാഗ്രാമിലാണ് ഫോളോ. യൂട്യൂബിൽ വരുമ്പോൾ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാൽ മാത്രമേ ഈ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണത്തുള്ളൂ. പിന്നെ അതിനോട് വേറെ സാധനം ചെയ്യാൻ പറ്റും. ബെൽ ബട്ടൺ ഞെക്കിക്കോ. അതല്ലേ, ബെൽ ബട്ടൺ ഞെക്കിക്കോ. ബെൽ ബട്ടൺ ഞെക്കുവാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം കണ്ടു പോകാൻ പറ്റും. ഒന്നും മിസ്സാവത്തില്ല. കാരണം എന്തായാലും കിഡിലെ ഇൻഫോർമേറ്റീവ് ഫിറ്റ്നസ് വീഡിയോസാണ്. റിയൽ ലൈഫിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനും പറ്റും. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പം ശരി. പിന്നെ ഞാൻ ലാസ്റ്റ് വീക്ക് അല്ല, കുറച്ചാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു പ്രോഗ്രസീവ് ഓവർലോഡിനെ പറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഒരു കംപ്ലീറ്റ് വീഡിയോ. അത് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. ബിക്കോസ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റൂ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതും കാണാൻ പറ്റും. അപ്പോൾ ശരി, ആസ് ഓൾവേസ് സ്റ്റേ ഫോക്കസ്ഡ് ആൻഡ് സ്റ്റാൻഡ് ഔട്ട്.